നമുക്കൊരു യാത്ര പോകാം. അതെ, നോക്കത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന കൃഷിയിടങ്ങൾ തമിഴ്നാടൻ ഗ്രാമങ്ങളുടെ ഒരു പ്രത്യേകതയും മനോഹര കാഴ്ചയുമാണത്. ഇന്ന് നമ്മൾ പോകുന്നത് തമിഴ്നാടിൻ്റെ അത്തരമൊരു കാഴ്ചയിലേക്കാണ്. തമിഴ്നാട്ടിലെ മുന്തിരിത്തോപ്പുകളിലേക്കും മുന്തിരി കർഷകരിലേക്കും. ഇന്നത്തെ യാത്ര തമിഴ്നാട്ടിലേക്കാണ്. ഇടുക്കിയോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാടൻ ഗ്രാമമായ കമ്പത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു കാർഷിക ഗ്രാമമാണ് കമ്പം. മുന്തിരിത്തോപ്പുകൾ, കമ്പത്തെ മുന്തിരിത്തോപ്പുകൾ തേടിയുള്ള ഒരു യാത്രയിലേക്കാണ്. കൃഷിയെ നെഞ്ചോട് ചേർക്കുന്നവരാണ് തമിഴ് വംശജർ. നമ്മൾ വന്ന വഴിയിലെല്ലാം തന്നെ കാണാൻ കഴിയുന്ന കൃഷിയിടങ്ങൾ മാത്രമാണ്. അതിൽ പ്രധാനമായിരുന്നു മുന്തിരി. തമിഴ്നാട്ടിലെ മുന്തിരി കൃഷിയുടെ കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത്. കൊട്ടാരക്കര ദിണ്ടുകൾ ദേശീയപാതയിൽ സന്ദർശകർക്കായി 365 ദിവസവും തുറന്നിട്ടിരിക്കുന്ന തോട്ടങ്ങളിലൊന്നാണിത്. വിളവെടുക്കാൻ പാകമായതും കൃഷി പുരോഗമിക്കുന്നതുമായ മുന്തിരിവള്ളികളും ഫലങ്ങളും. ഇലകൾ തീർത്ത തണലിൽ അവയങ്ങനെ നിൽക്കുന്നു. കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന കാഴ്ചകളാണ് അത്രയും. இந்த ஏரியாக்கு ஃபர்ஸ்ட் டைம் வந்திருக்கோம். ஸோ ரொம்ப சூப்பரா இருக்கு, டிஃப்ரெண்டான பிளேஸா இருக்கு. நிறைய போட்டோ ஷூட்லாம் எடுக்கலாம். ஃபர்ஸ்ட் டைம் விசிட் பண்ணோன்னே எனக்கு ரொம்ப சாட்டிஸ்ஃபேக்ஷனா இருக்கு இந்த ஏரியாவுக்கு வந்ததுக்கு. ஃப்ரெண்ட்ஸ் எல்லாம் ரெக்கமெண்ட் பண்ணாங்க இங்க வர சொல்லி. ஸோ நான் வந்தோம், என்ஜாய் பண்றோம். സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികളുമായി സമയം ചിലവഴിക്കാൻ മുന്തിരിത്തോപ്പിലേക്ക് എത്തുന്നവരുമുണ്ട്. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമായിട്ടാണ് ഇന്ന് തമിഴ്നാട് കമ്പത്തുള്ള നമ്മുടെ മുന്തിരിത്തോട്ടത്തിൽ എത്തിയിരിക്കുന്നത്. പിള്ളേരെല്ലാം വളരെ സന്തോഷമാണ്. ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ നല്ല രീതിയിൽ അവർ വിനിയോഗിക്കുന്നുണ്ട്. എല്ലാവർക്കൊരു സന്തോഷപ്രദം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഒരു മുന്തിരിത്തോട്ടത്തെ വിവിധ ഭാഗങ്ങളായി തിരിച്ച് ഓരോയിടത്തും ഓരോ സമയത്താണ് കൃഷി. അതുകൊണ്ട് തന്നെ ഇത്തരം തോട്ടങ്ങളിൽ വർഷത്തിൽ പൂർണ്ണമായും വിളവുണ്ടാകും. ഒരു മുന്തിരിവള്ളിക്ക് 30 വർഷം വരെ ആയുസ്സുണ്ടെന്നാണ് കർഷകർ പറയുന്നത്. ഒരു തവണ വിളവെടുത്താൽ പിന്നീട് ആ ചെടി ഇലകൾ നുള്ളി മുന്തിരിവള്ളികൾ അടുത്ത കൃഷിക്കായി പരുവപ്പെടുത്തും. ദിനം പ്രതി നിരവധി സഞ്ചാരികളാണ് മുന്തിരിത്തോപ്പും കൃഷിരീതിയും കാണുന്നതിനും പഠിക്കുന്നതിനുമായി എത്തുന്നത്. സീസൺ എപ്പോ ഉണ്ട്, വർഷം 364 സീസൺ ഉണ്ട്. ഇങ്ങനെ പറഞ്ഞത് ഒരു നാளைக்கு 1000-2000 കണക്ക് വരും. ഗസ്റ്റ് വരും, ടൂറിസ്റ്റ് വരും. അത് ഇങ്ങനെയൊന്നും പോകാം. കേരളത്തിൽ ഫുള്ളാണ് വരും. வந்து அந்த ஜூஸ் எல்லாம் சாப்பிட்டு முந்திரியை வளர்த்து நல்லா லிஸ்ட் எடுத்துட்டு போவோம். நல்லா கண்டு கழிச்சிட்டு படம் எடுத்துட்டு மொபைல படம் எடுத்துட்டு கேமராவிலையும் படம் எடுத்து எல்லாத்தையும் எடுத்துட்டு போவோம். ഷൂട്ടിംഗ് കൂടെ എടുക്കും. കേരളത്തിൽ ഒരു നടിയെ വരെ വന്നിട്ടുണ്ട്. മുന്തിരിത്തോപ്പിലേക്ക് എത്തുന്ന സഞ്ചാരികളെ ആകർഷിക്കാൻ മറ്റു ചിലത് കൂടി ഇവർ ഇവിടെ കരുതിയിട്ടുണ്ട്. ഇത്തരത്തിൽ സന്ദർശകർക്കായി തുറന്നിട്ടിരിക്കുന്ന നിരവധി മുന്തിരിത്തോപ്പുകൾ കമ്പത്തും പരിസര പ്രദേശങ്ങളിലുമായുണ്ട്. തേക്കടിയിലേക്കും വാഗമണിലേക്കുമൊക്കെ എത്തുന്ന സഞ്ചാരികൾക്ക് ഏറ്റവും അടുത്ത് കാണാൻ കഴിയുന്ന ഒരു തമിഴ്നാടൻ ഗ്രാമത്തിലെ മുന്തിരി കാഴ്ചകൾ. മുന്തിരിത്തോപ്പുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല തമിഴ്നാടിന്റെ കാർഷിക സംസ്കാരം. കേരളത്തിലേക്ക് എത്തുന്ന പഴം പച്ചക്കറികളിൽ അധികവും എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അത്തരം വിശേഷങ്ങളിലേക്ക് ഇനിയും മടങ്ങി വരാം. സുബിൻ തോമസ്, ജനം, ഇടുക്കി.